എല്ലാവർക്കും സിനിമാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രേക്ഷകരിൽ ഒരുപാട് പ്രതീക്ഷ നടത്തുന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഇന്ന് കൊച്ചിയിൽ ആരംഭിച്ചു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. സന്ദീപ് ബാലകൃഷ്ണൻ എന്ന ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ചെയ്തു വെക്കുന്നത്. അതേപോലെ നർമ്മവും ഇമോഷനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് സംവിധായകൻ പറയുന്നത്. അതേപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന 20ാമത്തെ സിനിമയും അതേപോലെ ആശീർവാദും സത്യനന്ദിക്കാടും ചേർന്നൊരുക്കുന്ന ആ കൂട്ടുകെട്ടിൽ പിറക്കുന്ന 5ാമത്തെ സിനിമയുമാണെന്ന പ്രത്യേകത കൂടെ നമുക്കുണ്ട്. അപ്പം നമുക്ക് മിസ്സായി പോകുന്നൊരു ചില ക്യാരക്ടറുകളുണ്ട് നമുക്ക് ലാലേട്ടന്. അപ്പം അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് നമുക്ക് വിശ്വസിക്കാം. അപ്പം ബാക്കിയുള്ള കുറച്ച് വിശേഷം കൂടെ നമുക്ക് സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. മുളന്തുരുത്തി എരിവേലിയിലുള്ള മനോഹരമായ ഒരു ബംഗ്ലാവിൽ തികച്ചും ലളിതമായ ചടങ്ങിലാണ് സത്യനന്ദിക്കാടും മോഹൻലാലും ചേർന്ന് ഈ ഭദ്രദീപം തെളിച്ചത്. തുടർന്ന് സിദ്ദിഖ്, ബി ഉണ്ണികൃഷ്ണൻ, ടി പി സോനു, അനു മുത്തടത്ത്, ആന്റണി പെരുമ്പാവൂർ, ശാന്തി ആന്റണി എന്നിവർ ചേർന്ന് ആ ചടങ്ങ് പൂർത്തീകരിച്ചു. സിദ്ദിഖും സബിത ആനന്ദുമാണ് ആദ്യ രംഗത്തിൽ അഭിനയിച്ചത്. സത്യനന്ദിക്കാടും മോഹൻലാലും ഒത്തുചേർന്ന 20ാമത്തെ സിനിമ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വളരെ പ്രസൻ്റായിട്ടൊരു ചിത്രമായിരിക്കും ഇതെന്നും സംവിധായകൻ വ്യക്തമാക്കി. ചിത്രത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കും സർക്കാരം കടക്കുന്നില്ല. നർമ്മവും ഇമോഷനും ഒക്കെ ചേർന്ന കഥയിൽ ഒരു പിടി മുറിപ്പാടിൻ്റെ നമ്പറും കൂടി കടന്നു വരുന്നത് ചിത്രത്തിൻ്റെ പ്രേക്ഷകർ മനസ്സിൽ ചേർന്ന് നിർത്താൻ ഏറെ സഹായമാകും. മറ്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പുതിയ തിരക്കഥാകൃത്തിനെ കൂടി ഈ ചിത്രത്തിൽ സത്യനന്ദിക്കാട് പരിചയപ്പെടുത്തുമെന്നാണ്. ടി പി സോനു. ഷോർട്ട് ഫിലിമുകളിലൂടെ കടന്നു വന്ന ടി പി സോനുവിൻ്റെ നെറ്റ് കോൾ എന്ന ടെലിഫിലിമാണ് സത്യനന്ദിക്കാടിനെ ആകർഷിച്ചത്. സംവിധാനത്തിലും തിരക്കഥയിലും രചനയിലും പരിശീലനം പൂർത്തിയാക്കിയതാണ് ടി പി സോനു. അഖിൽസത്തിൻ്റേതാണ് ഈ ചിത്രത്തിൻ്റെ കഥ. അനൂപ് സത്യനാണ് ഈ കുറി സത്യനന്ദിക്കാടിൻ്റെ പ്രധാന സഹായിയായി പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ചില കൗതുകങ്ങൾ കൂടി ഈ ചിത്രത്തിലുണ്ട്. മാളവിക മോഹൻ നായികയാകുന്ന ഈ ചിത്രത്തിൽ സംഗീത, ലാലു ലക്സ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ഇവർക്കൊപ്പം ഏതാനും പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. മനു മഞ്ജിത്തിൻ്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകർ ഈണം പകർന്നിരിക്കുന്നു. അനു മുത്തടത്താണ് ഛായാഗ്രഹൻ. എഡിറ്റിംഗ് കെ രാജഗോപാൽ. അപ്പം നല്ലൊരു സിനിമ നമുക്ക് കാണാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.